Hi friends, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സബുദാന ഉപ്മാവാണ്. സബുദാന എന്ന് വെച്ചാൽ ചവ്വരി ഉപ്മാവ്. ചവ്വരി കൊണ്ട് എങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസിയാണ് ചവ്വരി കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് ചവ്വരി എടുത്തിട്ടുണ്ട്. ആ ചവ്വരി ഒന്ന് ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുത്തു. നല്ലോണം കഴുകിയതിന് ശേഷം ആ വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം ചവ്വരി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കണ്ടോ, 2 മണിക്കൂർ വെക്കുക. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന ചവ്വരി നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പച്ചമുളക്, കറിവേപ്പില, തക്കാളി, കപ്പലണ്ടിപ്പൊടി, ഉരുളക്കിഴങ്ങ് വേവിച്ചത്, സവാള, മല്ലിയില. പിന്നെ നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം ആ പാനിൽ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ 1 സ്പൂൺ ജീരകം ആഡ് ചെയ്യുക. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് സവാള ആഡ് ചെയ്യണ്ട, നമ്മൾ അരിഞ്ഞ് വെച്ചതിൻ്റെ 1/4 ഭാഗം ആഡ് ചെയ്താൽ മതി. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്യുക. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന സബുദാന ചവ്വരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കിയെടുക്കുക. നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കിയെടുക്കുക. ഈ പൊട്ടറ്റോ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സിമ്മിലാക്കാൻ മറക്കരുത് ഗ്യാസ്, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഉരുളക്കിഴങ്ങൊന്ന് നല്ലോണം ഉടഞ്ഞതിന് ശേഷം നമ്മുടെ കപ്പലണ്ടിപ്പൊടി, ഞാനൊരു 3 ടീസ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. കപ്പലണ്ടിപ്പൊടി റോസ്റ്റഡ് കപ്പലണ്ടിയാണ്. നല്ലോണം മിക്സ് ചെയ്യുക. കപ്പലണ്ടി ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഉപ്മാവിന്. ഒരു 2 മിനിറ്റ് സിമ്മിലാക്കി വയ്ക്കുക. മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോഴത്തേക്കും നല്ല 2 മിനിറ്റ് സിം ആക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ സബ്ദാന. റെഡി ആയിട്ടുണ്ട്. കുറച്ച് സവാള മേളിലൂടെ ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ സബുദാനയോടെ കഴിക്കാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാരയും തൈരും കൂടെ അടിച്ച ലസ്സിയാണ്. പിന്നെ കുറച്ച് മുകളിലൂടെ സേവ് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് കപ്പലണ്ടി പൊടിയും കൂടെ ആഡ് ചെയ്യുക. എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.